ഹലോ ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റിമോട്ട്നെസ് ഓഫ് ഡാമേജ്. ടോർട്ടിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു എസ്സേ ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റിമോട്ട്നെസ് ഓഫ് ഡാമേജ്. ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിൽ ചോദിക്കാം. റിമോട്ട്നെസ് ഓഫ് ഡാമേജ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാഗൺ മൗണ്ട് കേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അപ്പൊ ഇതിൽ ഏത് ചോദിച്ചാലും ഈ റിമോട്ട്നെസ് ഓഫ് ഡാമേജ് ആണ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അതേപോലെ തന്നെ ഈ ഒരു വിഷയം പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു മാക്സിമം കൂടെ പഠിക്കും, നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ്. ആ ഒരു മാക്സിമം ആയിരിക്കാം ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അത് മാത്രം ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അങ്ങനെ പല രീതിക്കും ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത്. പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ പറ്റും. നമുക്ക് ഈ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഡിസ്കഷനിലോട്ട് വരാം. റിമോട്ട്നെസ് ഓഫ് ഡാമേജ് എന്നാൽ എന്താണെന്നുള്ളത്. എന്താണ് ഈ റിമോട്ട്നെസ് ഓഫ് ഡാമേജ്? ആ വാക്കിന്റെ അർത്ഥം തന്നെ നിങ്ങൾ നോക്കിക്കേ. റിമോട്ട്നെസ് ഓഫ് ഡാമേജ്, ഒരു അപകടത്തിന്റെ റിമോട്ട്നെസ്. റിമോട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നമ്മളെല്ലാവരും ടിവിയുടെ റിമോട്ട് ഒക്കെ യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ടിവിയുടെ റിമോട്ടിനെ റിമോട്ട് എന്ന് വിളിക്കുന്നത്? റിമോട്ട് എന്ന വാക്കിന്റെ അർത്ഥം വിദൂരമായത് എന്നാണ്, വിദൂരത്തുള്ളത് എന്നാണ്. അപ്പോ ടിവിയുടെ അടുത്ത് പോയിട്ട് ടിവിയുടെ സ്വിച്ച് വെക്കാതെ അറ്റത്തിരുന്നു കൊണ്ട്, ദൂരത്തിരുന്നു കൊണ്ട് ടിവിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, ടിവിയെ കൺട്രോൾ ചെയ്യുക, അങ്ങനെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അതുകൊണ്ടാണ് റിമോട്ടുകളെ റിമോട്ട് എന്ന പേര് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ടിവിയെ ദൂരത്തിരുന്ന് കൺട്രോൾ ചെയ്യാൻ സഹായകരമായിട്ടുള്ള ഒരു ഉപകരണം. അപ്പോ റിമോട്ട്നെസ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ റിമോട്ട്നെസ് ഓഫ് ഡാമേജ് എന്നാൽ എന്താണ്? വിദൂരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ. ടോർട്ട് ലോയില് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന ആക്ടിന്റെ ഡയറക്റ്റ് കോൺസിക്വൻസസിനാണ് നമ്മൾ ലയബിൾ ആകുക. നമ്മൾ ചെയ്ത ആക്ടിന്റെ ഭവിഷ്യത്ത് എന്നോളം കോൺസിക്വൻസസ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഈ ഉണ്ടാകുന്ന എല്ലാത്തിനും ഞാൻ ലയബിൾ ആകും. ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ആദിലുമായിട്ട് ബൈക്കിൽ കൂട്ടിയിടിച്ച്. അപ്പൊ ഞാൻ ആദില് ബൈക്ക് ഇടിച്ച് ആദില് വീണ് ആദിലെ കൈ പൊട്ടി. അപ്പൊ ആദിൽ എന്ത് ചെയ്ത്, ഒരു ഓട്ടോ വിളിച്ച് വേറെ ഹോസ്പിറ്റലിലോട്ട് പോയി. പോകുന്ന വഴിക്ക് ഒരു ബസ് ഇടിച്ച് ആദിലിന് വലിയ രീതിയിലുള്ള ഇഞ്ചുറി ഉണ്ടായി. ആദിലിന്റെ കാല് പൊട്ടി, എക്സ്റേ എടുക്കേണ്ടി വന്നു, ഒരുപാട് ചെലവുകൾ വന്നു. എല്ലാ കേസും കൂടി എനിക്കെതിരെ സ്യൂസ് ചെയ്യാനാണ് കോടതി ചെന്നിട്ട്. അതായത് എന്റെ കാലൊടിയാനും എനിക്ക് ഇത്ര രീതിയിലുള്ള ഇഞ്ചുറി ഒക്കെ വരാൻ കാരണം മിസ്റ്റർ കമർ എന്ന് പറഞ്ഞ പേഴ്സൺ ആണ്. അപ്പൊ അദ്ദേഹം എന്നെ ഇടിച്ചത് കൊണ്ടാണല്ലോ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയത് കൊണ്ടാണല്ലോ ബസ് വന്ന് എന്നെ ഇടിച്ചത്. അപ്പോ ആദ്യം ചെയ്ത ആള് എല്ലാത്തിനും കൂടി ലയബിൾ ആവുക എന്നത് നടക്കോ? അത് പറ്റൂല എന്നാണ് ഈ ഒരു ടോപ്പിക്ക് പറയുന്നത്. ഈ ഒരു ടോപ്പിക്ക് പ്രത്യേകം പറയുന്നുണ്ട്, ഒരാൾ ചെയ്ത ഒരു ആക്ടിന്റെ ഡയറക്റ്റ് ആയിട്ട് എന്ത് കോൺസിക്വൻസസ് ഉണ്ടായോ അതിന് മാത്രമേ അയാൾ ആൻസർ പറയേണ്ടതായിട്ടുള്ളൂ. റിമോട്ട് ആയിട്ട് ഉണ്ടാകുന്ന ഡാമേജുകൾ, ഒരുപാട് വിദൂരത്തായിട്ടുണ്ടാകുന്ന ഡാമേജുകൾക്ക് ഒരാൾ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ടില്ല. The doctrine of remoteness of damage is primarily derived from the landmark case of Overseas Tankship Limited versus Motors Dock and Engineering Company, വാഗൺ മൗണ്ട്. ഈ വാഗൺ മൗണ്ട് എന്ന് പറഞ്ഞ കേസ് എന്നാണ് ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് എടുക്കുന്നത്, വാഗൺ മൗണ്ട് കേസ്. അപ്പോ the court held that a defendant is only liable for the damages that are a foreseeable consequences of their action. കോടതി ഈ ഒരു കേസിന്റെ അകത്ത്, നമുക്കറിയാം ടോർട്ട് ലോ എന്നുള്ളത് എന്താണ്, ഒരു കോഡിഫൈഡ് ലോ അല്ല, ഒരു ജഡ്ജ്മെന്റ് മെയ്ഡ് ലോ ആണ്. കോടതി നിർദ്ദേശിച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ടോർട്ടിലുള്ളത്. അപ്പോൾ ഈ റിമോട്ട്നെസ് ഓഫ് ഡാമേജ് എന്നുള്ളത് ഈ ഒരു കേസിലൂടെ ഇവോൾവ് ചെയ്തു വന്ന ടോപ്പിക്കാണ്, കോടതി മുന്നോട്ട് വെച്ച കാര്യമാണ്. അപ്പോ കോടതി ഈ കേസിലൂടെ എന്താ പറഞ്ഞത്, ഒരാള് ഒരു ആക്ട് ചെയ്താൽ അതിന്റെ ഫോർസീബിൾ ആയിട്ടുള്ള കോൺസിക്വൻസസിന് മാത്രമേ അയാൾ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളൂ. റിമോട്ട് ആയിട്ടുണ്ടാകുന്ന, വളരെ വിദൂരത്തായിട്ടുണ്ടാകുന്ന കോൺസിക്വൻസസിന് ഒരാൾ എന്ത് ചെയ്യണ്ട, അതിന്റെ ഒന്നും ലയബിലിറ്റി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഒരു ടോപ്പിക്കിന്റെ അത് പറയുന്നത്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചല്ലോ. യെസ്, റിമോട്ട്നെസ് ഓഫ് ഡാമേജ് ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് പ്രിൻസിപ്പൽ. Once the damage is caused by a wrong, there have to be liabilities.
നമുക്കറിയാം ഒരു അപകടം നമ്മൾ വരുത്തി വെച്ചാൽ അതിനൊരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ദി ക്വസ്റ്റ്യൻ ഇസ് ഹൗ മച്ച് ലയബിലിറ്റി ക്യാൻ ബി ഫിക്സ്ഡ്. പ്രശ്നം വരുന്ന അവിടെ അല്ല, നമ്മൾ അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്നുള്ളത് നേരാണ്. പക്ഷേ എത്രത്തോളം കോൺസിക്വൻസസിന് നമ്മൾ ആൻസർ പറയേണ്ടി വരും, ആൻഡ് വാട്ട് ഫാക്ടർ ഡിറ്റർമിൻസ് ഇറ്റ്, എന്തടിസ്ഥാനത്തിലാണ് ലയബിലിറ്റി ഫിക്സ് ചെയ്ത് കൊടുക്കുക, എത്രത്തോളം ലയബിലിറ്റി ആണ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ദി പ്രിൻസിപ്പിൾ ഓഫ് റിമോട്ട്നെസ് ഓഫ് ഡാമേജ് ഇസ് റിലവന്റ് ടു സച്ച് കേസസ്. ഇത്തരം കേസസിന് ഇതിന്റെ മറുപടി എന്നോളം കോടതി കണ്ടുപിടിച്ചേക്കുന്ന ഒരു ഡോക്ട്രിനാണ് ഡോക്ട്രിൻ ഓഫ് റിമോട്ട്നെസ് ഓഫ് ഡാമേജ് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ അകത്ത് പറയുന്നത് എന്താ, ഒരാൾ ചെയ്ത ആക്ടിന്റെ ഫോർസീബിൾ ആയിട്ടുള്ള, മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള കോൺസിക്വൻസസിന് മാത്രമേ ഒരാളെ ലയബിൾ ആക്കാൻ പറ്റുള്ളൂ എന്നാണ് കോടതി എന്ത് ചെയ്തത്, ഈ ഒരു കോൺസെപ്റ്റിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻ ഇവൻ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ റോങ് ക്യാൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ കോൺസിക്വൻസ് ഓർ മേ കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺസിക്വൻസസ്. ഒരു റോങ് ചിലപ്പോൾ ഒരു കോൺസിക്വൻസസോ ഒന്നിലധികം കോൺസിക്വൻസസോ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാത്തിനും കൂടി നമ്മൾ ഉത്തരം പറയണോ വേണ്ടയോ? വേണ്ട. ഡയറക്റ്റോ ഫോർസിബിളോ ആയിട്ടുള്ള കോൺസിക്വൻസസിന് മാത്രമേ ഒരാൾ ഉത്തരം പറയേണ്ടതായിട്ടുള്ളൂ. ഡെഫിനിഷൻ ഓഫ് റിമോട്ട്നെസ് ഓഫ് ഡാമേജ്. ഇൻട്രൊഡക്ഷൻ ആയേ. ഡെഫിനിഷനിൽ എന്താ പറയുന്നത്? ഇൻ ടോർട്ട് ലോ, the concept of remoteness of damage refers to the idea that a defendant is only liable for the harm caused by their action if that harm was foreseeable. ടോർട്ട് ലോയിൽ പറയുന്നത് ഡിഫൻഡന്റ് ഒരു താൻ ചെയ്ത ആക്ടിന് ലയബിൾ ആവുന്നത് എപ്പോഴാണ്? ഇഫ് ദി ഹാം വാസ് ഫോർസീബിൾ. താൻ ചെയ്ത ആക്ടിലൂടെ ഉണ്ടായിട്ടുള്ള ഹാം അതൊരു ഫോർസീബിൾ കോൺസിക്വൻസസ് ആണെങ്കിൽ മാത്രമാണ്. ഞാൻ ഉദാഹരണത്തിന് എന്ത് ചെയ്തു, ഹൃദയെ തള്ളിയിട്ടു. അപ്പൊ ഹൃദയയുടെ വീണ് കയ്യിൽ എന്ത് പറ്റി? എല്ല് പൊട്ടി, ഒരു പൊട്ടുണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പൊട്ടല്ല, ആ വീഴ്ച കാരണം 3-4 പൊട്ടും കൂടി ഇപ്പൊ വിസിബിൾ ആയി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പോയി പറയാൻ പറ്റുമോ ഇത് ഡയറക്റ്റ് കോൺസിക്വൻസസ് അല്ല, അന്ന് ഞാൻ വീഴ്ത്തിയപ്പോ ഒരു പൊട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 3-4 വന്നതിന്റെ ഉത്തരവാദിത്തം ഞാൻ പറയൂല? ഇല്ല, ഇതൊക്കെ ഫോർസിബിൾ ആണ്. ഒരാളെ തള്ളിയിട്ടാല് മുട്ട് പൊട്ടാം, അത് ഒരു പൊട്ടല്ല, 5, 6, 8 പൊട്ടൊക്കെ ഫോർസിങ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ആക്ട് ചെയ്തിട്ട് അതിന്റെ ഹാം ആയിട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള, ഫോർസിങ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹാമായിട്ടുള്ള കാര്യങ്ങൾക്കും അയാൾ ആൻസർ പറയേണ്ടി വരും, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. അതാണ് റിമോട്ട്നെസ് ഓഫ് ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്? ദിസ് പ്രിൻസിപ്പിൾ ഹെൽപ്സ് ടു എൻഷുർ ദാറ്റ് ടോർട്ട് ലോ ഡസ് നോട്ട് ഇമ്പോസ് അൺറീസണബിൾ ഓർ അൺഫെയർ ബേർഡൻസ് ഓൺ ഡിഫൻഡന്റ് ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ദാറ്റ് ഇൻഡിവിജ്വൽ ഷുഡ് ഓൺലി ബി റെസ്പോൺസിബിൾ ഫോർ ദി റീസണബിളി ഫോർസിബിൾ കോൺസിക്വൻസസ്. ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതിന്റെ കാരണം എന്താ? ഇങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നെങ്കിൽ ലോകത്തുള്ള എല്ലാ ഉത്തരവാദിത്വം അയാൾക്ക് ഏറ്റെടുക്കേണ്ടി വരും. ഞാൻ ആദിലിനെ വണ്ടി ഇടിച്ചു, ആദില് എന്ത് ചെയ്തു, ഒരു ഓട്ടോ കയറിയിട്ട് ഹോസ്പിറ്റലിൽ പോണേ. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ബസ് വന്ന് ആദിലിനെ ഇടിച്ചു. അപ്പോ ഞാനാണ് കാരണക്കാരൻ. ഈ റിമോട്ട്നെസ് ഓഫ് ഡാമേജ് ഇല്ല, ഞാൻ വണ്ടി ഇടിച്ചതുകൊണ്ടാണല്ലോ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഈ റിമോട്ട്നെസ് ഓഫ് ഡാമേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ബസ് ഇടിച്ചതിന്റെ കാരണക്കാരന് ഞാൻ തന്നെയാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ആദിലിന്റെ വീട്ടുകാർ വന്നപ്പോ വീട്ടുകാർ പെട്ടെന്ന് പേടിച്ച് അവര് ഷോക്കായി, അവര് തലയിറങ്ങി വീണു. പിന്നെ അവർക്ക് ചികിത്സിക്കാൻ 10-15 ലക്ഷം രൂപ ചെലവ്. അപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇതിന്റെ എല്ലാത്തിനും ലയബിലിറ്റി ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനാണ് റിമോട്ട്നെസ് ഓഫ് ഡാമേജ് പോലുള്ള കോൺസെപ്റ്റ് കോടതി എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇൻ ഓർഡർ ടു മേക്ക് someone liable, there are 2 tests. റിമോട്ട്നെസ് ഓഫ് ഡാമേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ 2 ടെസ്റ്റുകൾ ഉണ്ട്. ഒരാളെ ലയബിൾ ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് 2 ടെസ്റ്റുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. 2 ടെസ്റ്റ് ഉണ്ട്, ഒന്ന് ഫോർസിബിലിറ്റി ടെസ്റ്റ്, 2 ഡയറക്ട്നെസ് ടെസ്റ്റ്. ഫോർസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഹാം ആണെങ്കിൽ മാത്രം അതിന്റെ കോൺസിക്വൻസ് ഏറ്റെടുക്കേണ്ടി വരും. ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്, the forcibility test is a crucial component of the remoteness of doctrine. It requires that the harm suffered by the plaintiff must be a natural consequence of the defendant's action and that a reasonable person in the defendant's position could have anticipated such harm. സാധാരണ ആയിട്ടുള്ള ഒരാള് ഒന്ന് ഊഹിക്കാൻ പറ്റുന്ന അത്ര ഫോർസിബിൾ ആയിട്ടുള്ള കോൺസിക്വൻസസ് ആണോ ഇല്ലയോ എന്ന് നോക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനാണ് വണ്ടി ഇടിച്ചത്, ഞാൻ വണ്ടി ഇടിച്ച ഒരാൾ വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അയാൾക്ക് ഇത്ര ഇഞ്ചുറി ഉണ്ടായി. അപ്പോ ആ എല്ലാത്തിന്റെ ഇഞ്ചുറിക്ക് ഞാൻ ലയബിലിറ്റി പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വണ്ടി ഇടിച്ച സ്ഥലത്ത് വേറൊരാളാണ് വണ്ടി ഇടിച്ചതെങ്കിൽ ഒന്ന് ഊഹിക്കും. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ചിലപ്പോൾ വണ്ടി ഇടിച്ച ഫോഴ്സ് ഒക്കെ നോക്കും, ബൈക്കാണ് ഇടിച്ചത്,
അപ്പോൾ മേ ബി തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ തല വീണ് പൊട്ടാം, ഫ്രാക്ചേഴ്സ് ഉണ്ടാകാം, ഇഞ്ചുറീസ് ഉണ്ടാകാം. അപ്പോൾ നടന്ന ആളല്ലാതെ ഒരു നാച്ചുറൽ പേഴ്സണെ വെച്ച് ആലോചിക്കും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ നമ്മളൊന്ന് ഫോർസീൻ ചെയ്ത് നോക്കും എന്തൊക്കെ അപകടം ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന്. അപ്പൊ അത്തരം അപകടങ്ങൾ ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ പോസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഈ പറയുന്നത് if the consequences are foreseeable, then the person who made the injury, he is answerable. ആൻസർ പറയേണ്ടി വരും. ഫോർസിബിലിറ്റി ടെസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഫോർസീൻ ചെയ്യാൻ പറ്റുന്ന കോൺസിക്വൻസസ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അയാൾ ആൻസർ പറയേണ്ടി വരും. ഇതാണ് ഫോർസിബിലിറ്റി ടെസ്റ്റ്. എന്താണ് ഡയറക്ട്നെസ് ടെസ്റ്റ്? ഡയറക്ട്നെസ് ടെസ്റ്റ് പറയുന്നത് ഒരാൾ ചെയ്ത ആക്ടിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആണോ ഇല്ലയോ എന്ന് നോക്കും. ആണെങ്കിൽ ലയബിൾ ആകും എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇൻ അഡീഷൻ ടു ദി ഫോർസിബിലിറ്റി ടെസ്റ്റ്, സം ജുറിസ്ട്രിക്ഷൻസ് അപ്ലൈ ദി ഡയറക്ട്നെസ് ടെസ്റ്റ് വിച്ച് അസസ് ദാറ്റ് whether there is a direct causal link between the defendant's action and the plaintiff damage. പ്ലെയിന്റിഫിന് അപകടം ഉണ്ടായത് ഡിഫൻഡന്റിന്റെ ആക്ഷൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബന്ധം ഉണ്ടോ ഇല്ലയോ നോക്കും. അങ്ങനെ ബന്ധം ഉണ്ടെങ്കിലേ ലയബിൾ ആക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബന്ധം ഉണ്ടോ എന്ന് നോക്കണം, ഫോർസിബിൾ ആയിട്ടുള്ള കാര്യമാണോ ഇല്ലയോ എന്ന് നോക്കണം. ഈ രണ്ട് ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാളെ അയാൾ ചെയ്ത ഹാമായിട്ടുള്ള കാര്യത്തിന് ലയബിൾ ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ രണ്ട് ടെസ്റ്റുകൾ ഉണ്ട്, ഡയറക്ട്നെസ് ടെസ്റ്റും ഫോർസിബിലിറ്റി ടെസ്റ്റും. ഈ രണ്ട് ടെസ്റ്റ് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. റിമോട്ട്നെസ് ഓഫ് ഡാമേജിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കി, ഡെഫിനിഷൻ നോക്കി, രണ്ട് ടെസ്റ്റുകൾ നോക്കി. വാഗൺ മൗണ്ട് കേസില്ലേ, അതിവിടെ കൊടുത്തിട്ടുണ്ട്. വാഗൺ മൗണ്ട് കേസും ഉണ്ട്, ഹാർട്ട്ലി വേഴ്സസ് ബാക്സെൻഡെയിൽ എന്ന് പറഞ്ഞ രണ്ട് കേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് വാഗൺ മൗണ്ട് കേസിന്റെ അകത്ത് സംഭവിച്ചത്? വാഗൺ മൗണ്ട് കേസ് എന്ന് പറഞ്ഞ കേസിന്റെ അകത്ത് സംഭവിച്ചത് നമ്മുടെ പ്ലെയിന്റിഫ് അല്ല, നമ്മളെ ഡിഫൻഡന്റിന്റെ കപ്പലിൽ നിന്ന് കുറെ ഓയിൽ നിറച്ച കപ്പലായിരുന്നു. ഓയിൽ ലീക്കായിട്ട് നമ്മുടെ പ്ലെയിന്റിഫിന്റെ ഹാർബർ ഒരു തുറമുഖത്തിലേക്ക് അത് പോയി ചെന്ന് പതിച്ചു. 2 ദിവസം അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒന്നും അവിടെ ഉണ്ടായില്ല. അവിടെ വെൽഡിങ് ചെയ്യുന്ന സംഭവമൊക്കെ ആയിരുന്നു അപ്പുറത്തെ ഹാർബറിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഓയിൽ ഉണ്ടെങ്കിൽ വെൽഡിങ് നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ 2 ദിവസം നോക്കി റെസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴും പ്രത്യേകിച്ച് ഓയിൽ കലർന്നിട്ടൊന്നും ഇല്ല അങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവര് വീണ്ടും വെൽഡിങ് തുടങ്ങി. അപ്പൊ അവിടെ ഓയിലൊന്നും ഇല്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ ഡിഫൻഡന്റിന്റെ ആ ഓയില് കലർന്ന സ്ഥലമില്ല, അവിടെ നിന്ന് ഒരു പേപ്പർ പോലത്തെ ഒരു തുണിക്കഷ്ണം, അതിൻ്റെ അകത്ത് ഒരു ഓയിൽ നിറഞ്ഞ ഒരു തുണിക്കഷ്ണം ഒഴുകി അപ്പുറത്ത് ഹാർബറിലോട്ട് ചെന്നെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ തീ പിടിച്ചിട്ട് അവിടെ മൊത്തത്തിൽ തീയായി. അങ്ങനെ കത്തി നശിച്ചു. അപ്പൊ കോടതിയിൽ കേസ് കൊടുത്തു. ഈ ഡിഫൻഡന്റിനെതിരെ ഈ പ്ലെയിന്റിഫ് കേസ് കൊടുത്തു. അപ്പൊ കോടതി പറഞ്ഞത് ഇറ്റ് ഇസ് ടു റിമോട്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള അപകടം റിമോട്ടാണ്. കാരണം 2 ദിവസം വെയിറ്റ് ചെയ്തു. 2 ദിവസം നോക്കിയിട്ടും അവിടെ പ്രത്യേകിച്ച് കലർന്നിട്ടൊന്നും ഇല്ല. 2 ദിവസത്തിന് സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് ഡേ തന്നെ അത് കത്തി പിടിച്ചിരുന്നെങ്കിൽ ഓക്കെ, ഇയാൾ ഇവിടെ വെള്ളം കലർത്തിയത് കൊണ്ടാണ് അപ്പുറം കത്തി പിടിച്ചതെന്ന് പറയായിരുന്നു. 2 ദിവസം കഴിയണവരെ നോക്കിയിരുന്നിട്ടും പ്രത്യേകിച്ച് ഓയിലൊന്നും കലർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി. അപ്പോ ഡയറക്റ്റ് ഫോർസിബിൾ ആയിട്ടുള്ള കോൺസിക്വൻസസ് അവിടെ ഒന്നും ഇല്ല. പിന്നെ എന്തോ ബൈ മിസ്റ്റേക്കൺ ഒരു പേപ്പർ കഷ്ണം വന്ന് അത് കൊണ്ട് കത്തി പിടിച്ചതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഈ ഓയിൽ കലർന്ന ആളെ ലയബിൾ ആക്കാൻ പറ്റൂല. ലയബിൾ ആക്കി കഴിഞ്ഞാൽ അത് റിമോട്ട്നെസ് ഓഫ് ഡാമേജ് ആയി പോകും. വളരെ റിമോട്ട് ആയിട്ടുള്ള ഡാമേജിന്റെ പേരിൽ അയാളെ ലയബിൾ ആക്കുന്ന അവസ്ഥയായി പോകും. അതുകൊണ്ട് ഇൻ ദിസ് ഇൻസ്റ്റൻസ് ലയബിൾ ആക്കാൻ പറ്റൂല, പാടില്ല എന്ന് കോടതി ഇവിടെ പറയുകയുണ്ടായി. ഇതാണ് ഈ കേസ്. അടുത്തൊരു കേസ് ഉണ്ട്, ഹാർട്ട്ലി വേഴ്സസ് ബാക്സെൻഡെയിൽ. ഈ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി പ്ലെയിന്റിഫ് ഹാർട്ട്ലി വാസ് ദി ഓണർ ഓഫ് എ മിൽ. നമ്മുടെ പ്ലെയിന്റിഫ് ആയിട്ടുള്ള ആള് ഒരു മില്ലിന്റെ ഓണറാണ്. വിത്ത് എ ബ്രോക്കൺ ക്രാക്ക് ഷാഫ്റ്റ്. പുള്ളിക്കാരൻ എന്തുണ്ട്, ഒരു ഒടിഞ്ഞ മെഷീന്റെ ഒരു ഭാഗം ഒടിഞ്ഞിരിക്കുകയായിരുന്നു. സോ ഹി ഹയർഡ് ദി ഡിഫൻഡന്റ്. അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ ഡിഫൻഡന്റ് കേസിലെ പ്രതിഭാഗമായിട്ടുള്ള ബാക്സെൻഡെയിലിനെ വാടകയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു ടു ട്രാൻസ്പോർട്ട് ദി ക്രാങ്ക് ഷാഫ്റ്റ് ടു ദി ലൊക്കേഷൻ വേർ ഇറ്റ് വുഡ് ബി റിപ്പയർഡ്. ശരിയാക്കാനുള്ള സ്ഥലത്തോട്ട് ഈ ക്രാക്ക് ഷാഫ്റ്റ് കൊണ്ടുപോകാൻ പറഞ്ഞു. ആൻഡ് ദെൻ ബാക്ക് ടു ദി പ്ലെയിന്റിഫ്. എന്നിട്ട് ഇത് തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ദി ഡിഫൻഡന്റ് ദെൻ മെയ്ഡ് ആൻ എറർ. ഡിഫൻഡന്റിന്റെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റി. കോസിംഗ് ദി ക്രാക്ക് ഷാഫ്റ്റ് ടു ബി റിട്ടേൺ ടു ദി പ്ലെയിന്റിഫ് എ വീക്ക് ലേറ്റർ ദാൻ എക്സ്പെക്ടഡ്. കറക്റ്റ് സമയത്തല്ല, ഒരാഴ്ച ലേറ്റ് ആയിട്ടാണ് എത്തിച്ചത്. ഇങ്ങനെ വന്നപ്പോൾ പ്ലെയിന്റിഫിന് എന്ത് സംഭവിച്ചു? ദി പ്ലെയിന്റിഫ് ക്ലെയിം ദി ഡിഫൻഡന്റ് ഹാഡ് ആക്ടഡ് നെഗ്ലിജന്റ്ലി ആൻഡ് അറ്റംപ്റ്റ് ടു റിക്കവർ ദി ലോസ് ഓഫ് പ്രോഫിറ്റ് ബിക്കോസ് ദി അൺപ്ലാൻഡ്
വീക്ക് ലോങ് ക്ലോഷർ, അതായത് ഒരു ആഴ്ച അടച്ചിട്ടതുകൊണ്ട് ഡിഫൻഡന്റിന് കമ്പനി തുറക്കാൻ പറ്റില്ല. ഒരാഴ്ച വൈകിയത് കൊണ്ട് ആ ഒരാഴ്ച കമ്പനി തുറക്കാൻ പറ്റാത്തതിന്റെ എല്ലാ നഷ്ടപരിഹാരവും കൂടി പ്ലെയിന്റിഫ് തരണം എന്ന് പറഞ്ഞ, സോറി, ഡിഫൻഡന്റ് ആയിട്ടുള്ള ആൾ തരണം എന്ന് പറഞ്ഞ് കോടതിയിൽ പ്ലെയിന്റിഫ് കേസ് കൊടുത്തു. വൈകിപ്പിച്ചത് കൊണ്ട് ഈ ഒരാഴ്ച എനിക്ക് നഷ്ടമായിട്ടുള്ള മുഴുവൻ മോണിറ്ററി കോമ്പൻസേഷൻ അയാൾ പ്രൊവൈഡ് ചെയ്യണം, മോണിറ്ററി ലോസിനുള്ള കോമ്പൻസേഷൻ അയാൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞ് കോടതി കേസ് കൊടുത്തു. കോടതി പറഞ്ഞു അതൊന്നും പറ്റില്ല, കാരണം അതൊക്കെ റിമോട്ട്നെസ് ഓഫ് ഡാമേജ് ആണ്. അല്ലെങ്കിൽ പ്രത്യേകം പറയണമായിരുന്നു, ഒരാഴ്ച വൈകിയാൽ ഇത്ര നഷ്ടം എനിക്കുണ്ടാകും, നീ എനിക്കത് തരണം. അത് പറഞ്ഞു പോലും ഇല്ലാതെ വന്നത് വൈകിപ്പോയി എന്നതിന്റെ പേരിൽ ഉള്ള എല്ലാ കോമ്പൻസേഷനും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് ഭയങ്കര റിമോട്ട് ആയിട്ടുള്ള കോൺസിക്വൻസസിന് ഉത്തരം പറയിപ്പിക്കുന്നത് പോലെ ആകി പോവും. വൈകി വന്നതുകൊണ്ട് ചെറിയൊരു മോണിറ്ററി കോമ്പൻസേഷൻ തരാൻ ആവശ്യപ്പെടാം, അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വളരെ റിമോട്ട് ആയിട്ടുള്ള അതിന്റെ അപ്പുറത്തോട്ട് ഈ ഒരു കാര്യം അനുവദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുന്നത് വളരെ റിമോട്ട് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ലയബിലിറ്റി ആയി പോകും. അപ്പൊ അത് അനുവദിക്കാൻ പറ്റൂല എന്ന് കോടതി ഈ കേസിന്റെ അകത്ത് പറയുകയുണ്ടായി. ഇതാണ് ഹാർട്ട്ലി വേഴ്സസ് ബാക്സൻഡെയിൽ എന്ന് പറഞ്ഞ കേസിന്റെ അകത്ത് സംഭവിച്ചത്. അപ്പൊ ക്രാക്ക് ഷാഫ്റ്റ് ശരിയാക്കാൻ പോയ ആ ഒരു കഥ. ഓക്കെ, ഇതാണ്. ഇതിന് ശേഷം നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ് എന്ന് പറഞ്ഞ ഒരു മാക്സിമാണ്. വലിയൊരു എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ്. ഇതെന്ത് ചെയ്യാ, നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടം കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.